ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടാണ് വന്നിരിക്കുന്നത്. കാലിന് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ഇവിടെ ഇരിക്കുകയാണ്. മീഴ് നല്ല കുരുത്തക്കേടെന്ന് പറഞ്ഞപ്പോൾ നല്ല കുരുത്തക്കേടാണ്. ആ ഡ്രസ്സിൽ ടെഡി ബിയർ എങ്ങനെ എടുക്കാമെന്നായിരുന്നു. ഞങ്ങളോടത് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കാൻ അതിനെ സ്വയം എടുക്കാനുള്ള പ്രയത്നത്തിലാണ് അവൾ. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. നല്ല ആളാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന പരിമല ഹോസ്പിറ്റലാണ്. മിഴി ചിണുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ അപ്പോൾ അവളെ വഴക്ക് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുവിടുമെന്നൊക്കെ വഴക്ക് പറഞ്ഞു. എങ്ങനെയെങ്കിലും അടക്കി ഇരുത്താനൊന്ന് ശ്രമിക്കുകയാണ്. പക്ഷെ അതിനൊന്നും ഒരിതുമില്ല. ദാ ഇനി അടുത്ത ടെഡി ബിയറിൻ്റെ കഴിഞ്ഞ് ചെയറിലോട്ടായി. അതിൻ്റെ ചെയറിൻ്റെ പുറത്ത് വലിഞ്ഞു കയറാനാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടുള്ള അനുസരിക്കുന്നില്ല. വീഴുമെന്നൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. ഒരു കണക്കിന് ഞങ്ങൾ മരുന്നെല്ലാം മേടിച്ച് വെളിയിറങ്ങി. അപ്പോൾ ഇവിടെ നിറയെ ചെടികളാണ്. അപ്പം അമ്മയ്ക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടി എടുക്കുന്നതിനല്ല ഗൈസ്, ഇവിടെ വന്നാൽ ഞങ്ങൾ വെള്ളം ഒഴിക്കത്തില്ല. പിന്നെ അത് ഫുള്ള് കരിഞ്ഞ് ആകെ പഴക്കമുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങിയാണ്. ദാ ഈ ചെടിയായിരുന്നു നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ കമ്പ് വേണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. ഞങ്ങളെന്തായാലും അത് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെളിയിലോട്ട് പോവുകയാണ്. അപ്പം കാലുവേദന കാരണം ഒരു ദിവസത്തെ ക്ലാസ് പോകണമെങ്കിൽ കിട്ടി. അപ്പോൾ ഗൈസ്, ഇതാണ് പരുമലപ്പള്ളി. അപ്പം ഞങ്ങളിതാ പരുമലപ്പള്ളിയിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര ആളും തിരക്കും ഒക്കെ ആയിട്ട് വഴി പോലും കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളിതാ പോവുകയാണ് ഇപ്പോൾ വീട്ടിലോട്ട്. അത്രേ ഉള്ളൂ. ബായ്.